കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സമാന്തര ശ്രേണികൾ എന്ന അധ്യായമാണ് ചർച്ച ചെയ്തത്. ഇന്ന് നമുക്ക് രണ്ടാമത്തെ അധ്യായമായ വൃത്തങ്ങൾ നോക്കാം. ഒരു ചോദ്യം നോക്കാം. ചിത്രത്തിൽ ബി സി സമം ഡി സി, ചിത്രത്തിൽ ബി സി സമം ഡി സി, കോൺ സി ബി ഡി സീക്കൽ ടു 35 ഡിഗ്രി, കോൺ സി ബി ഡി സമം 35 ഡിഗ്രി ആയാൽ കോൺ ബി സി ഡി, കോൺ ബി എ ഡി ഇവ കണക്കാക്കുക. ഇൻ ദി ഫിഗർ ബി സി സീക്കൽ ടു ഡി സി, ആംഗിൾ സി ബി ഡി സീക്കൽ ടു 35 ഡിഗ്രി, ഫൈൻഡ് ആംഗിൾ ബി സി ഡി ആൻഡ് ആംഗിൾ ബി എ ഡി. അപ്പൊ ഇവിടെ ബി സി സമം ഡി സി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ത്രികോണം നോക്കൂ, ബി സി ഡി എന്ന ഈ ത്രികോണം, നമുക്കറിയാം ഒരു ത്രികോണത്തിൽ തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. പിന്നെ ട്രയാങ്കിൾ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ ഇവിടെ ബി സി സമം ഡി സി ആയതിനാൽ ത്രികോണം ബി സി ഡിയിൽ ഈ കോണിനെതിരെയുള്ള, ഈ വശത്തിനെതിരെയുള്ള കോണ് 35 ഡിഗ്രിയെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഈ വശത്തിനെതിരെയുള്ള ഈ കോണും എത്ര ഡിഗ്രി തന്നെ? 35 ഡിഗ്രി. അതായത് കോൺ സി ബി ഡി സമം കോൺ സി ഡി ബി സമം 35 ഡിഗ്രി. അപ്പൊ ഇതും 35 ഡിഗ്രി തന്നെ. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ ഈ ബി സി ഡി എന്ന ത്രികോണത്തിൽ ബി സിയും ഡി സിയും തുല്യമാണ്, നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമാണ്. നമ്മൾക്ക് ആദ്യം കാണാൻ പറഞ്ഞത് ബി സി ഡി എന്ന ഈ കോണാണ്. നമുക്കറിയാം ഒരു ത്രികോണത്തിൽ തുല്യമായ ഒരു ത്രികോണത്തിലെ 3 കോണുകളുടെയും തുക 180 ഡിഗ്രിയാണ്. സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. അപ്പൊ നമ്മൾ ബി സി ഡി എന്ന ഈ കോണ് കാണാൻ 180 ഡിഗ്രിയിൽ നിന്നും നമ്മൾ ഈ 35 കൂട്ടി കുറച്ചാൽ മതി. കോൺ ബി സി ഡി സമം 180 ഡിഗ്രി മൈനസ് 35 ഡിഗ്രി പ്ലസ് 35 ഡിഗ്രി സമം 180 ഡിഗ്രി മൈനസ് 70 ഡിഗ്രി സമം 110 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ബി സി ഡി സീക്കൽ ടു 110 ഡിഗ്രി. ഇനി കാണാൻ പറഞ്ഞ ബി എ ഡി എന്ന ഈ കോണാണ്. അത് നമ്മൾ നോക്കുക, നമുക്കറിയാം ചക്രീയ ചതുർഭുജം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചതുർഭുജത്തിന്റെ എല്ലാ മൂലകളും ഒരു വൃത്തത്തിലായാൽ ആ ചതുർഭുജത്തെ ചക്രീയ ചതുർഭുജം എന്ന് പറയുന്നു. ഇവിടെ എ വൃത്തത്തിലാണ്, ബി വൃത്തത്തിലാണ്, സി വൃത്തത്തിലാണ്, ഡി വൃത്തത്തിലാണ്. അപ്പോൾ എ ബി സി ഡി ചക്രീയമാണ്. ചക്രീയ ചതുർഭുജത്തിന്റെ എതിർകോണുകൾ അനുപൂരകങ്ങളാണ്. ഇവിടെ കോൺ എയും കോൺ സിയും കൂട്ടിയാൽ, അതായത് കോൺ ബി എ ഡിയും കോൺ ബി സി ഡിയും കൂട്ടിയാൽ 180. അപ്പോൾ കോൺ ബി എ ഡി കാണാൻ 180 ഡിഗ്രിയിൽ നിന്നും 110 ഡിഗ്രി കുറച്ച് 70 ഡിഗ്രി ആയിരിക്കും. പിന്നെ if all the vertices of a quadrilateral are in a circle, then that quadrilateral is called cyclic quadrilateral. In a cyclic quadrilateral, opposite angles are supplementary. അപ്പോൾ cyclic quadrilateralന്റെ opposite angle supplementary ആയതിനാൽ ആംഗിൾ ബി എ ഡി, ആംഗിൾ ബി എ ഡി ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 110 ഡിഗ്രി ഈക്വൽ ടു 70 ഡിഗ്രി. അതായത് ചക്രീയ ചതുർഭുജത്തിന്റെ എതിർകോണുകൾ അനുപൂരകങ്ങളായതിനാൽ കോൺ ബി എ ഡി 180 ഡിഗ്രി മൈനസ് 110 ഡിഗ്രി സമം 70 ഡിഗ്രി. ഇനി നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. ചിത്രത്തിൽ ഓ വൃത്ത കേന്ദ്രമാണ്, എ ബി വ്യാസമാണ്. കോൺ എ ബി സി സമം 70 ഡിഗ്രി, കോൺ സി എ ഡി സമം 30 ഡിഗ്രി ആയാൽ കോൺ ബി എ സി എത്ര? കോൺ എ സി ഡി എത്ര? അപ്പം ഇൻ ദി പിക്ചർ ഒ ഈസ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ, എ ബി ഈസ് ദി ഡയാമീറ്റർ, ആംഗിൾ എ ബി സി is equal to 70 degree, angle CAD is equal to 30 degree. Find angle BAC, angle ACD. അപ്പോൾ BAC എന്ന ആംഗിൾ ഇതാണ്, ഈ കോണാണ് കാണാൻ പറഞ്ഞത്. അത് നമുക്കിവിടെ എ ബി വൃത്തത്തിന്റെ വ്യാസമാണ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്റെ അറ്റങ്ങളെ വൃത്തത്തിലെ ബിന്ദുവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന കോണ് 90 ഡിഗ്രിയാണ്.
മറ്റൊരു പറഞ്ഞാൽ അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണ്. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. അപ്പോൾ ആംഗിൾ എ സി ബി 90 ഡിഗ്രിയാണ് നമുക്ക് മനസ്സിലായി, കാരണം അർദ്ധവൃത്തത്തിലെ കോൺ. അപ്പം ആംഗിൾ എ സി ബി സമം 90 ഡിഗ്രി. അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണ്. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. ഇപ്പം നമ്മൾ കാണാൻ ആവശ്യപ്പെട്ടത് ഈ ആംഗിളാണ്, ബി എ സി. അപ്പോൾ ഈ ത്രികോണത്തിൽ എ ബി സി എന്ന ത്രികോണത്തിൽ കോൺ ബി 70 ഡിഗ്രി, കോൺ എ സി ബി 90 ഡിഗ്രി. ഒരു ത്രികോണത്തിൽ മൊത്തം കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. അപ്പോൾ ബി എ സി കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 180 ഡിഗ്രിയിൽ നിന്നും ഈ 70ഉം ഈ 90ഉം കൂട്ടി കുറച്ചാൽ മതി. അപ്പോൾ കോൺ എ ബി സി സമം 180 ഡിഗ്രി മൈനസ് 70 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി സമം 180 ഡിഗ്രി മൈനസ് 160 ഡിഗ്രി സമം 20 ഡിഗ്രി. അപ്പോൾ ഈ കോണ് 20 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ഇനി കാണാൻ പറഞ്ഞത് ഏതാണ്? എ സി ഡി എന്ന കോണാണ്. എ സി ഡി ഇതാണ്, എ സി ഡി എന്ന ഈ കോണാണ് കാണാൻ പറഞ്ഞത്. അതിന് നമ്മൾ നോക്കുക, എ വൃത്തത്തിലാണ്, ബി വൃത്തത്തിലാണ്, സി വൃത്തത്തിലാണ്, ഡി വൃത്തത്തിലാണ്. അപ്പോൾ ഒരു ചതുർഭുജത്തിൻ്റെ എല്ലാ മൂലകളും ഒരു വൃത്തത്തിലാണെങ്കിൽ അതൊരു ചക്രീയ ചതുർഭുജമാണ്. ചക്രീയ ചതുർഭുജത്തിൻ്റെ എതിർകോണുകൾ അനുപൂരകങ്ങളാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആർ സപ്ലിമെന്ററി. അപ്പോൾ ഇത് 30, 20, 50. അപ്പോൾ ഈ കോണ് മൊത്തം കാണാൻ 180 50 കുറയ്ക്കുന്നു. അപ്പോൾ ആംഗിൾ ബി സി ഡി, ആംഗിൾ ബി സി ഡി is equal to 180 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി. അതായത് കോൺ ബി സി ഡി സമം 180 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി സമം 130 ഡിഗ്രി. അപ്പോൾ ഇത് മൊത്തം 130 ഡിഗ്രിയാണ് നമ്മൾ കണ്ടെത്തി. ഇവിടെ കാണാൻ ആവശ്യപ്പെട്ട എ സി ഡി എന്ന ഈ ചെറിയ കോണാണ്. അതിന് നമുക്കറിയാം എ സി ഡി എന്ന കോണ്, ഈ കോണ് ബി സി എ സി ബി എന്ന ഈ കോണും എ സി ഡി എന്ന ഈ കോണും കൂട്ടിയതാണല്ലോ. അപ്പോൾ എ സി ബി എന്ന കോണ് നമുക്കറിയാം 90 ഡിഗ്രിയാണ്, കാരണം അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണ്. അപ്പോൾ 90 ഡിഗ്രിയിൽ നിന്നും 130 ഡിഗ്രിയിൽ നിന്നും 90 ഡിഗ്രി കുറച്ചാൽ എ സി ഡി എന്ന കോണായി. അതുകൊണ്ട് കോൺ എ സി ഡി സമം 130 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി സമം 40 ഡിഗ്രി. ഓക്കെ, ഈ ചോദ്യം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യം നോക്കാം. ചിത്രത്തിൽ എ കോമ ബി കോമ സി കോമ ഡി വൃത്തത്തിലെ ബിന്ദുക്കളാണ്. കോൺ ബി എ സി സമം 35 ഡിഗ്രി, കോൺ സി ബി ഡി സമം 30 ഡിഗ്രി, കോൺ എ സി ബി സമം 50 ഡിഗ്രി ആയാൽ ചതുർഭുജം എ ബി സി ഡിയുടെ എല്ലാ കോണുകളും കണക്കാക്കുക. ഇൻ ദി പിക്ചർ എ കോമ ബി കോമ സി കോമ ഡി ആർ പോയിന്റ് ഓൺ എ സർക്കിൾ. ആംഗിൾ ബി എ സി is equal to 35 degree, angle CBD is equal to 30 degree, angle ACB is equal to 50 degree. Compute all angles of quadrilateral ABCD. അപ്പോൾ നമ്മൾ ഇവിടെ ഇതൊരു ചക്രീയ ചതുർഭുജമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു കോണ് കിട്ടിയാൽ, ഇപ്പോൾ കോൺ എ കിട്ടിയാൽ 180 ഡിഗ്രിയിൽ നിന്നും കോൺ എ കുറച്ചാൽ കോൺ സി ആയി അല്ലേ? കാരണം ചക്രീയ ചതുർഭുജത്തിൻ്റെ എതിർകോണുകൾ അനുപൂരകങ്ങളാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആർ സപ്ലിമെന്ററി. അപ്പോൾ ഇവിടെ എ എന്ന കോണ്, ഇവിടെ രണ്ട് കോണുകൾ കൂടിയാണ് ഇവിടെ എ എന്ന കോണ് ഉണ്ടായത്. ഏതൊക്കെയാ കോണ് നോക്കാം നമുക്ക്. ബി എ സി എന്ന ഈ കോണും സി എ ഡി എന്ന ഈ കോണും. അപ്പോൾ ബി എ സി എന്ന കോണ് ഇവിടെ ഉണ്ട്, 35 ഡിഗ്രി 35 ഡിഗ്രി ഞാൻ തന്നിട്ടുണ്ട്. പിന്നെ സി എ ഡി കണ്ടെത്തിയാൽ മതി. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ചതുർഭുജം, ഒരു ചക്രീയ ചതുർഭുജം, അതിൻ്റെ വികരണങ്ങളാണത്, ഡയഗണൽസാ. എപ്പോഴും ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ എങ്ങോട്ട് പോകണം എന്നറിയോ? ചാപം മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണുകളെല്ലാം തുല്യമാണെന്നുള്ള ആശയത്തിലേക്കാണ് പോവുക. ആംഗിൾസ് ഇൻ ദി ആൾട്ടർനേറ്റ് ആർക്സ് ആർ ഈക്വൽ എന്ന ഐഡിയയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഈ കോണില്ലേ സി എ ഡി എന്ന ഈ കോണ് കണ്ടുപിടിച്ചാൽ മതി. സി എ ഡി എന്ന ഈ കോണിന് തുല്യമായ കോൺ ഇതിലുണ്ടോ നമുക്ക് നോക്കാം. അതിനൊരു എളുപ്പ മാർഗമുണ്ട്. ഇവിടെ ചതുർഭുജം ഏതാണ്? എ ബി സി ഡി ആണുള്ള ക്വാഡ്രിലേറ്ററൽ.
ABCD ആണ് ചക്രീയ ചതുർഭുജം. ABCD ആണ്. അതിൽ നമുക്ക് ഈ കോണിന് തുല്യമായ കോണിൻ്റെ ഇവിടെ തുടങ്ങുന്ന ലെറ്റർ C ആണ്, അവസാനിക്കുന്ന ലെറ്റർ D ആണ്. അപ്പോൾ ഇതിന് ഈക്വലായ ആംഗിളിൻ്റെ തുടങ്ങുന്ന അക്ഷരവും അവസാനിക്കുന്ന അക്ഷരവും ഒന്ന് തന്നെ. ഇനി മധ്യത്തിലുള്ള ലെറ്റർ കോണിൻ്റെ ശീർഷം കണ്ടെത്തിയാൽ മതി. അതിനിവിടെ ABCD ആണല്ലോ ചക്രീയ ചതുർഭുജം. അതിലിവിടെ C ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ, പിന്നെ ഏത് ഉപയോഗിച്ചിട്ടുണ്ട്? A ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ D ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ലെറ്റർ ഏതാ? C ആണ്. അപ്പോൾ അത് മിഡിൽ കൊടുത്താൽ മതി. അപ്പോൾ ഈ കോണിന് തുല്യമായ കോൺ ഏതാണ്? ഈ കോണിന് CADയിൽ നമ്മൾ C ഉപയോഗിച്ചിട്ടുണ്ട്, A ഉപയോഗിച്ചിട്ടുണ്ട്, D. അപ്പോൾ B ആണ്. CBD. ഐഡിയ മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമ്മൾ CBD എന്ന കോണത്തിലുണ്ടോ നോക്കുക. CBD 30. അപ്പോൾ ഇത് തന്നെ എത്ര തന്നെ? 30. അതായത് ചാപം മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണുകളെല്ലാം തുല്യമാണ് എന്ന ആശയത്തിലേക്കാണ് പോയത്. ആംഗിൾസ് ഇൻ ദി ആൾട്ടർനേറ്റ് ആർസ് ആർ ഈക്വൽ. അപ്പോൾ ഇത് കിട്ടി. അപ്പോൾ ഇനി നമ്മൾ കോണെ ചതുർഭുജത്തിലേക്ക് എല്ലാ കോണുകളും കാണാനാണ് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കോണെ എന്ന് പറയുന്നത് 35 ഡിഗ്രിയും 30 ഡിഗ്രിയും കൂട്ടുന്നതാണ് അല്ലേ. ആംഗിൾ A is equal to 35 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി is equal to 65 ഡിഗ്രി. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞു. ഇത് മൊത്തം 65 ഡിഗ്രിയെ നമുക്ക് കിട്ടി. നമ്മൾ പറഞ്ഞത് ചക്രീയ ചതുർഭുജമാണ്. ചക്രീയ ചതുർഭുജത്തിന്റെ എതിർകോണുകൾ അനുപൂരകങ്ങളാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആർ സപ്ലിമെന്ററി. അപ്പോൾ നമുക്ക് ഇനി കോൺ C കാണാൻ 180 ഡിഗ്രിയിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളായ 65 ഡിഗ്രി മൈനസ് ചെയ്താൽ മതി. 115 ഡിഗ്രി, 115 ഡിഗ്രി. അപ്പോൾ ഇത് 115 ഡിഗ്രിയാണ് കിട്ടി. ഇത് മൊത്തം 115 ഡിഗ്രി. നമുക്ക് ഈ ചതുർഭുജത്തിലെ 2 കോണുകൾ കിട്ടിക്കഴിഞ്ഞു. മൂന്നാമത്തെ കോണാണ് കിട്ടേണ്ടത്. അതിന് നമ്മളിത് ഇവിടെ ഇപ്പോൾ ഈ B ഇത് 30 നമുക്കറിയാം അല്ലേ. കോൺ B എന്ന് പറയുന്നത് ഈ 30 ഇതും കൂടിയതാണല്ലോ. ഇതേതാണ്? ABD അല്ലേ. അപ്പോൾ ABD എന്ന കോണിന് തുല്യമായ കോണിതിലുണ്ടോ നമ്മൾ നോക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ABD എന്ന കോണിന് തുല്യമായ കോണിൻ്റെ തുടങ്ങുന്ന ലെറ്ററും അവസാനിക്കുന്ന ലെറ്ററും ഒന്ന് തന്നെയാണ്. ABD അല്ലേ നമ്മൾ പറഞ്ഞു. ABD ആണ്. അപ്പോൾ D. ഇനി മിഡിലുള്ള ലെറ്റർ കണ്ടെത്തിയാൽ മതിയല്ലോ. അതിന് ABCDയിൽ നമ്മൾ ഉപയോഗിച്ച ലെറ്റർ ഇവിടെ ഏത് ആംഗിളിന് ഈക്വൽ ഏതാ കാണുന്നത്? ഏത് ആംഗിളിന് ഏതാണ് കിട്ടേണ്ടത്? ABD ആണ് കിട്ടുന്നത്. ABD എന്ന ആംഗിളിന് ഈക്വൽ ഏതാ കിട്ടേണ്ടത്? ABD. അപ്പോൾ ഇതിൻ്റെ തുടങ്ങുന്ന ലെറ്റർ എങ്ങനെയായിരിക്കും? ഇതിന് ഈക്വൽ ആംഗിളിൻ്റെ തുടങ്ങുന്നതിലും അവസാനിക്കുന്ന ലെറ്റർ ഒന്ന് തന്നെ. ഇനി മിഡിലുള്ളത് അപ്പോൾ ABDയിൽ Aയും Bയും D ഉപയോഗിക്കുന്ന C അല്ലേ. ACD ഇതിലുണ്ടോ നോക്കുക നമ്മൾ. ACD തന്നിട്ടില്ല, പക്ഷേ നമുക്ക് ഇത് മൊത്തം 115 ഡിഗ്രിയാണ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. ഇത് 50 തന്നിട്ടില്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 115 ഡിഗ്രിയിൽ നിന്നും ഏത് മൈനസ് ചെയ്താൽ മതി? 50 മൈനസ് ചെയ്താൽ മതി. ഡിഗ്രി 65 ഡിഗ്രി. അപ്പോൾ ഈ കോണ് 65 ഡിഗ്രിയാണ്. അപ്പം ആംഗിൾ ABD is equal to 65. ഇത് 65 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ABD 65. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ ABD എന്ന ആംഗിൾ അല്ലേ, ABD എന്ന ആംഗിൾ 65 ഡിഗ്രി തന്നെയാണ്. ഇത് 65 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ആംഗിൾ B is equal to 30 ഡിഗ്രി പ്ലസ് 65 ഡിഗ്രി 95 ഡിഗ്രി. അപ്പോൾ ഇനി അതിൻ്റെ കണ്ടെത്തേണ്ട ഈ കോൺ D അല്ലേ. അത് നമ്മൾ പറഞ്ഞു ചക്രീയ ചതുർഭുജമായതുകൊണ്ട് എതിർകോണുകൾ അനുപൂരകങ്ങളാണല്ലോ. അപ്പോൾ ഇനി നമ്മൾ കോൺ D സമം 180 ഡിഗ്രി മൈനസ് 95 ഡിഗ്രി സമം 85 ഡിഗ്രി. അപ്പോൾ എല്ലാ കോണുകളും കിട്ടി. ഈ ചോദ്യം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു.